നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ മാത്രം സാമ്പത്തികമായി വലിയ വിജയം നേടുന്നത്, അതേസമയം ഭൂരിഭാഗം പേരും കഷ്ടപ്പെടുന്നത്? ഇതിന്റെ ഉത്തരം നമ്മുടെ വരുമാനത്തിലോ ജോലിയിലോ അല്ല, മറിച്ച് നമ്മുടെ ചിന്താരീതിയിലാണ്. അപ്പോൾ ഈ 97% ആളുകളെയും ആ 3% വിജയികളെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് ശരിക്കുള്ള കളി. ഈ സ്ക്രീനിലേക്ക് നോക്കിക്കേ. രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വ്യക്തമാണ്. ഒരു സൈഡിൽ 97% ചിന്താഗതി, എപ്പോഴും പണമില്ല, കയ്യിൽ കാശ് നിൽക്കുന്നില്ല എന്നൊരു തോന്നല്, പണത്തിന് പിന്നാലൊരു ഓട്ടം, പിന്നെ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഉടനെ ഷോപ്പിംഗ് നടത്തി ആശ്വാസം കണ്ടെത്തുന്നതുപോലെ വികാരങ്ങൾക്കനുസരിച്ച് പണം കളയുന്നത്. ഇനി മറ്റേ സൈഡ് നോക്കൂ, ആ 3% ലോകം. അവിടെ അച്ചടക്കമുണ്ട്, ഓരോ രൂപ നിക്ഷേപിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്, പിന്നെ വെറുതെ പണമുണ്ടാക്കിയല്ല, മൂല്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ വ്യത്യാസം? ഇത് പൈസയെക്കുറിച്ചല്ല, പൈസയോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം ഈ 2 ചിന്താഗതികളെപ്പറ്റി, പിന്നെ ഒന്നാമത്തെ റൂൾ, ആദ്യം നമുക്കെന്നെ ശമ്പളം കൊടുക്കുക, രണ്ടാമത്തത് പണത്തിനെ വരുതിയിലാക്കാൻ പഠിക്കുക, മൂന്നാമത്തത് നമ്മുടെ സ്വന്തം മൂല്യം വർദ്ധിപ്പിക്കുക, പിന്നെ ഇതെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ആ അവസാനത്തെ രഹസ്യം, സ്ഥിരത. അപ്പോൾ റോൾ നമ്പർ 1, പേ യുവർ സെൽഫ് ഫസ്റ്റ്, അതായത് ആദ്യം നിങ്ങൾക്ക് തന്നെ പ്രതിഫലം നൽകുക. കേൾക്കുമ്പോൾ കുറച്ചൊരു ഓടായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സമ്പത്തുണ്ടാക്കുന്നതിലെ ഏറ്റവും അടിസ്ഥാനപരവും ഏറ്റവും പവർഫുള്ളുമായ നിയമം ഇതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ ശീലം മതി വിജയികളെയും അല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കാൻ. ഇതാണ് നമ്മളിൽ 97% ആളുകളും പോകുന്ന വഴി. ശമ്പളം കിട്ടുന്നു, കിട്ടിയ ഉടനെ കറണ്ട് ബില്ല്, വീട്ടുവാടക, ലോണിന്റെ EMI, അങ്ങനെ എല്ലാ ബില്ലുകളും അടച്ചു തീർക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ കൊണ്ട് ചിലവൊക്കെ നടത്തുന്നു. അവസാനം വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് സേവ് ചെയ്യും. പലപ്പോഴും ഒന്നും കാണില്ല. അതായത് ഇവിടെ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ മാത്രമാണ്, ഒരു നിർബന്ധമല്ല. എന്നാൽ ആ 3% ആളുകൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അവർക്ക് ശമ്പളം കിട്ടിയാലുടൻ ആദ്യത്തെ കാര്യം അതിൽ നിന്ന് ഒരു 10%മെങ്കിലും നേരെ സേവിങ്സിലേക്കോ ഇൻവെസ്റ്റ്മെന്റിലേക്കോ മാറ്റും. അതൊരു നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 90% പണം കൊണ്ടാണ് അവർ ബില്ലുകളും മറ്റാവശ്യങ്ങളും നടത്തുന്നത്. അതായത് അവർ ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ഭാവിക്കാണ്. പ്രശസ്തനായ ജിം റോൺ പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളുടെ പണം എവിടെ പോയി എന്ന് അവസാനം ചോദിക്കുന്നതിന് പകരം അത് എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ അതിനോട് പറയണം. സിമ്പിളായി പറഞ്ഞാൽ, മാസാവസാനം അക്കൗണ്ട് നോക്കി അയ്യോ എന്റെ കാശെല്ലാം എവിടെ പോയി എന്ന് അത്ഭുതപ്പെടരുത്. പകരം മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ പണത്തിന്റെ ബോസ് നമ്മളായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് റൂൾ നമ്പർ 2ലേക്ക് കടക്കാം. നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഇത് കണക്കുകളെക്കുറിച്ചുള്ള ഒരു കാര്യമല്ല, മറിച്ച് പണത്തിന്റെ സൈക്കോളജിയെക്കുറിച്ചാണ്. അതായത് പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾക്കു വേണ്ടി പണം കളയുന്ന ശീലത്തിൽ നിന്ന് ലക്ഷ്യബോധത്തോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ എങ്ങനെ മാറും? ഈ വ്യത്യാസം വളരെ വലുതാണ്. 97% ആളുകളും പണം ചെലവഴിക്കുന്നത് ഒരു താൽക്കാലിക ആശ്വാസത്തിനാണ്. ഒരു മൂഡാഫാകുമ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ. ആ സന്തോഷം കുറച്ചു നേരത്തേക്കേ ഉണ്ടാകൂ. അതേസമയം ആ 3% ആളുകൾ പണം നിക്ഷേപിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പുതിയ ഫോൺ വാങ്ങിയാൽ കിട്ടുന്ന സന്തോഷം ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും. പക്ഷേ ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അത് ജീവിതകാലം മുഴുവനുണ്ടാകും. അതാണ് വ്യത്യാസം. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കിയേ, കഴിഞ്ഞ മാസം നിങ്ങളുടെ പണം ശരിക്കും എങ്ങോട്ടാണ് പോയത്? ഓരോ രൂപയുടെയും കണക്ക് വേണമെന്നില്ല, എന്നാലും ഒരു ഏകദേശ ധാരണയുണ്ടോ? കൃത്യമായി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷെ ആ തിരിച്ചറിവിലാണ് മാറ്റം തുടങ്ങുന്നത്. വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്: അളക്കാൻ കഴിയാത്തതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതിന്റെ അർത്ഥം നമ്മുടെ പണം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ എവിടെയാണ് അനാവശ്യമായ പണം നഷ്ടപ്പെടുന്നതെന്നും അതിനെ എങ്ങനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാമെന്നും നമുക്ക് മനസ്സിലാകൂ. നമ്മുടെയൊക്കെ പണം ചോർന്നുപോകുന്ന ചില വഴികളാണ് ഈ കാണുന്നത്. ദിവസവും പുറത്തുനിന്ന് വാങ്ങുന്ന കാപ്പി, ഉപയോഗിക്കാത്ത നെറ്റ്ഫ്ലിക്സ്, ആമസോൺ സബ്സ്ക്രിപ്ഷനുകൾ, പെട്ടെന്നുള്ള ആവേശത്തിൽ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഒറ്റനോട്ടത്തിൽ ചെറിയ തുകയായി തോന്നാം, പക്ഷേ വർഷാവസാനം കൂട്ടിനോക്കുമ്പോൾ ഇതൊരു വലിയ സംഖ്യയായിരിക്കും. ഈ ചെറിയ പൈപ്പ്ലൈനിലെ ഓട്ടകൾ അടയ്ക്കുന്നതാണ് സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ നിയമം, നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക. കഠിനാധ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ്, സമ്മതിച്ചു. പക്ഷേ കൂടുതൽ സമയം ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. എങ്ങനെ ബുദ്ധിപരമായി ജോലി ചെയ്യാം, എങ്ങനെ നമ്മുടെ മൂല്യം കൂട്ടാം എന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ മണിക്കൂർ ജോലി ചെയ്താൽ കൂടുതൽ പണം കിട്ടും എന്നുള്ളതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ആളുകൾ ശമ്പളം തരുന്നത് നമ്മുടെ സമയത്തിനല്ല, നമ്മൾ അവർക്ക് നൽകുന്ന മൂല്യത്തിനാണ്. ഒരു ഡോക്ടറെയോ ഒരു വക്കീലിനെയോ ഓർത്തുനോക്കൂ. അവർ കൂടുതൽ ഫീസ് വാങ്ങുന്നത് കൂടുതൽ നേരം ജോലി ചെയ്യുന്നതുകൊണ്ടല്ല, മറിച്ച് വർഷങ്ങളുടെ പഠനത്തിലൂടെയും അനുഭവപരിചയത്തിലൂടെയും അവർ നേടിയെടുത്ത ആ അറിവിനും കഴിവിനുമാണ്. അതാണ് വാല്യൂ.
ഈ ചാർട്ട് നോക്കിയാലേ സംഭവം ക്ലിയറാവും. നമ്മൾ എത്ര സമയം ജോലി ചെയ്യുന്നു എന്നതിന് ഒരു പരിധിയുണ്ട്, അല്ലേ? ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. എന്നാൽ നമുക്ക് എത്രത്തോളം മൂല്യം സൃഷ്ടിക്കാൻ കഴിയും എന്നതിന് ഒരു പരിധിയുമില്ല. നമ്മുടെ വരുമാനവും അതുപോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മൂല്യം കൂട്ടുന്നത്? അതിന് ചില ഹൈ വാല്യൂ സ്കിൽസ് നമ്മൾ വളർത്തിയെടുക്കണം. ഉദാഹരണത്തിന്, നന്നായി ആശയവിനിമയം നടത്താനുള്ള കഴിവ്, ഒരു ടീമിനെ നയിക്കാനുള്ള കഴിവ്, സെയിൽസ്, ഫിനാൻഷ്യൽ ലിറ്ററസി, പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്. ഇതൊക്കെ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കും, നമ്മുടെ വരുമാനം കൂട്ടാനും സഹായിക്കും. ജിം റോണിന്റെ ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. ഒരു കോളേജ് ഡിഗ്രി നമുക്ക് ഒരു ജോലി തന്നേക്കാം, പക്ഷേ നമ്മൾ സ്വയം എന്തു പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കുന്നതും പുതിയ കോഴ്സുകൾ ചെയ്യുന്നതുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ നിയമങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സൂപ്പർ പവറിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്: സ്ഥിരത. ഒറ്റ ദിവസം കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകില്ല, പക്ഷേ എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ കാലക്രമേണ എങ്ങനെ വലിയൊരു സാമ്പത്തിക ഭദ്രതയുണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വിജയിക്കുന്ന ആളുകൾ അവരുടെ വിൽ പവറിനെ മാത്രം ആശ്രയിക്കുന്നില്ല. കാരണമെന്താ? നമ്മുടെ മൂഡ് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പകരം അവർ സിസ്റ്റങ്ങളുണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, ശമ്പളം വരുമ്പോൾ തന്നെ ഒരു നിശ്ചിത തുക ഓട്ടോമാറ്റിക്കായി സേവിങ്സ് അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം സെറ്റ് ചെയ്യുന്നതുപോലെ ഇത് നമ്മുടെ മടിയെയും വികാരങ്ങളെയും മറികടന്ന് കാര്യങ്ങൾ സ്ഥിരമായി നടക്കാൻ സഹായിക്കും. ഒരു ചെറിയ ശീലത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് നോക്കൂ. ദിവസവും വെറും 10 പേജ് വായിക്കുന്നത് ഒരു വലിയ കാര്യമല്ലെന്ന് തോന്നാം, പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ അതൊരു പുസ്തകമാകും. ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ചിന്താരീതി തന്നെ മാറും. 5 വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ തന്നെ മാറിമറിയും. ഇതിനെയാണ് ശീലങ്ങളുടെ കൂട്ടുപലിശ എന്ന് പറയുന്നത്. ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങൾ കൂടിച്ചേർന്ന് വലിയൊരു മാറ്റമുണ്ടാക്കും. ഈ പറഞ്ഞ ശീലങ്ങളുടെയൊക്കെ അടിസ്ഥാനം ഒരൊറ്റ കാര്യമാണ്: ക്ഷമ, അല്ലെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ഇന്നത്തെ ചെറിയ സന്തോഷങ്ങൾ നാളത്തെ വലിയൊരു നേട്ടത്തിനു വേണ്ടി മാറ്റിവെക്കാനുള്ള കഴിവ്. ഒരു പുതിയ ഫോൺ വാങ്ങുന്നതിനു പകരം ആ പണം ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റിനായി ഉപയോഗിക്കുന്നത് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ ഇതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ 97% പേരും ഈ ക്ഷമയുടെ പരീക്ഷയിൽ തോറ്റുപോകുന്നു. നമുക്കെല്ലാ സന്തോഷങ്ങളും ഇപ്പോൾ തന്നെ വേണം. ഈയൊരു ചിന്തയാണ് നമ്മളെ സാമ്പത്തികമായി പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ കെണി. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ ഒരു ചുരുക്കം നോക്കാം. 97% ആളുകൾ ചിലവെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളത് സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ ആ 3% ആളുകൾ ആദ്യം തന്നെ തങ്ങൾക്കായി മാറ്റിവെക്കുന്നു. 97% വികാരങ്ങൾക്കനുസരിച്ച് പണം കളയുമ്പോൾ 3% അവരുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപിക്കുന്നു. ഒരാൾ കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊരാൾ കൂടുതൽ മൂല്യം സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഇത് തൽക്ഷണ സന്തോഷവും ദീർഘകാല നേട്ടവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഇന്നത്തെ നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നാണ്. നിങ്ങൾ ആ 97% വഴിയിൽ തന്നെ തുടരുമോ, അതോ ഇന്നു മുതൽ ആ 3% ശീലങ്ങൾ തുടങ്ങുമോ? ആ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്.